എൻ്റെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള സ്പീഡ് പ്ലസ് 9.0 എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. ഹോട്ടൽ മാരിയോ എന്ന പേരിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഈ കമ്പനിയിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇവിടെ സോഫ്റ്റ്വെയർ ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുക. ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ മെയിൻ പേജ്. ലെഫ്റ്റ് സൈഡിലായിട്ട് ക്വിക്ക് പേയ്മെൻറ്റ്, ലെഡ്ജർ, ഡേ ബുക്ക്, ഔട്ട്സ്റ്റാൻഡിങ്, സ്റ്റോക്ക് റിപ്പോർട്ട്, ബിൽ വൈസ് പ്രോഫിറ്റ്, ഡെയിലി പ്രോഫിറ്റ്, ബിൽ ബൈ ബിൽ റിപ്പോർട്ട്, GST റിപ്പോർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. മെയിൻ യൂസ് ചെയ്യുന്ന ചില ഭാഗങ്ങൾ പറഞ്ഞുതരാം. റൂം ബുക്കിംഗ് എന്നത് ഹോട്ടലിൽ അല്ലെങ്കിൽ ഹോം സ്റ്റേക്ക് റൂം ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. ചെക്ക് ഇൻ എന്ന് പറയുന്നത് ബുക്ക് ചെയ്ത റൂമിൽ കസ്റ്റമർ വന്ന് ചെക്ക് ഇൻ ചെയ്യുന്നതാണ്. റൂം വെക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ ചെക്ക് ഔട്ട് എന്ന എൻട്രിയിലാണ് എൻട്രി ചെയ്യേണ്ടത്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ബാങ്കിങ് ആൻഡ് ക്യാഷ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. ക്യാഷിനകത്ത് 0 ബാലൻസ് ആണ്. ബാങ്ക് ബാലൻസിൽ 1000 രൂപ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ടച്ച് പോസിൽ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് എല്ലാം സെല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഓപ്ഷനാണ്. ഇത് ടച്ച് പോസിലാണ് ചെയ്യുന്നത്. റൂം ബുക്ക് ചെയ്യുന്ന എങ്ങനെ നോക്കാം. കസ്റ്റമർക്ക് വേണ്ടി റൂം ബുക്ക് ചെയ്യുകയാണ്. റൂം ബുക്ക് ചെയ്യാനായിട്ട് ന്യൂ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കറൻ്റ് വന്നേക്കുന്നത് എൻ്റെ കമ്പ്യൂട്ടറിൽ ഞാൻ ഈ സോഫ്റ്റ്വെയർ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഡേറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. സിസ്റ്റത്തിൻ്റെ കറൻ്റ് ഡേറ്റ് ആണ് ഇവിടെ വരുന്നത്. നമുക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കും. സെപ്റ്റംബർ 2 ഒരു കസ്റ്റമർ റൂം ബുക്ക് ചെയ്യുകയാണ്. സെപ്റ്റംബർ 6 വേണ്ടിയിട്ട് റൂം അഡ്വാൻസ് ബുക്ക് ചെയ്യുകയാണ്. സെപ്റ്റംബർ 2 സെലക്ട് ചെയ്തു. റൂം ബുക്കിംഗ് നമ്പർ എൻട്രി 1 ആണ് ബുക്കിംഗ് നമ്പർ. ആരുടെ പേരിലാണ് റൂം ബുക്ക് ചെയ്യുന്നത്? അയാളുടെ പേര് ജോർജ് കുട്ടി എന്ന ആളുടെ പേരിലാണ് റൂം ബുക്ക് ചെയ്യുന്നത്. georgekutti@gmail.com. ഡേറ്റ് ഓഫ് ബർത്ത് വേണമെങ്കിൽ നിങ്ങൾക്കിവിടെ എൻട്രി ചെയ്യാം. ഞാനിപ്പോൾ കൊടുക്കുന്നില്ല. ഒരു കമ്പനിയാണ് റൂം ബുക്ക് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഇവിടെ എൻട്രി ചെയ്യാം. പിന്നെ നാഷണൽ ഇൻഷുറൻസ് എന്ന കമ്പനിക്ക് വേണ്ടിയിട്ടാണ് റൂം ബുക്ക് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ഡെസിഗ്നേഷൻ മാനേജർ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഉത്രം വില്ല, ടൗൺ സിറ്റി, എറണാകുളം. ഇവിടെ പോസ്റ്റൽ കോഡ്. അടുത്ത സ്റ്റേറ്റ് ആണ് കൊടുക്കേണ്ടത്. ഏത് സ്റ്റേറ്റിലാണ് താമസിക്കുന്നത് എന്നാണ് അയാളുടെ അഡ്രസ്സ്. അടുത്ത കൺട്രി ഇന്ത്യ കൊടുക്കുക. നാഷണാലിറ്റി ഇന്ത്യൻ ആണ്. ഏത് നാഷണാലിറ്റി ആണോ അതിവിടെ എൻ്റർ ചെയ്യുക. ഹോട്ടലിൻ്റെ പ്രത്യേക പാക്കേജ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്കിവിടെ പ്ലസ് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാം. ഞാനിവിടെ നോർമൽ പാക്കേജിലാണ് എൻ്റർ ചെയ്യുന്നത്. ഈ ബിസിനസ് ബുക്ക് ചെയ്ത് ഒയോ വഴിയൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ ഒയോ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നോർമലി കിടന്നാൽ മതി. ഒരു ഒയോ ബുക്ക് ആഡ് ചെയ്യാണ്. ഒയോ ആപ്പ്. എന്നത്തെ ഡേറ്റിലേക്കാണ് റൂം ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സെപ്റ്റംബർ 6 വേണ്ടിയിട്ടാണ് ബുക്ക് ചെയ്യുന്നത്. ചെക്ക് ഇൻ ടൈം 10 മണി കൊടുക്കുകയാണ്. ഇവിടെ എത്ര ദിവസത്തേക്കാണ് റൂം ബുക്ക് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. 2 ദിവസത്തേക്ക് കൊടുക്കുകയാണ്. ജെൻസ് ഒരാളേ ഉള്ളൂ. ഇനി ഇവിടെ നമുക്ക് റൂം ഡീറ്റെയിൽസ് കാണാം. റൂമിൻ്റെ ഡീറ്റെയിൽസ് അല്ലാണ്ട് നമുക്ക് ഫെസിലിറ്റി ഒക്കെ പറയണമെങ്കിൽ നമുക്കിവിടെ ഹോട്ടൽ എൻട്രീസിൽ റൂംസ് എന്നൊരു ബട്ടണുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ റൂമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ടാവും. നമുക്കിവിടെ റൂമിൻ്റെ ഫോട്ടോ ഒക്കെ വേണമെങ്കിൽ ഇവിടെ അപ്ലോഡ് ചെയ്ത് വയ്ക്കാം. ഇവിടെ 101 സ്റ്റാൻഡേർഡ് റൂമാണ്. ഫസ്റ്റ് ഫ്ലോറിലാണ്. ഡിസ്ക്രിപ്ഷൻ, ബെഡ് സൈസ്, TV, ഡെസ്ക്, വാർഡ്രോബ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ എൻട്രി ചെയ്യാൻ സാധിക്കും. റിസപ്ഷനിൽ നിൽക്കുന്ന ആൾ വേറെ ഒരാളാണ്. പുതിയ ഒരാളാണെങ്കിൽ അയാൾക്ക് റൂമിൻ്റെ ഫെസിലിറ്റീസ് എല്ലാം പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് റൂമിൻ്റെ ഫോട്ടോസും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് റൂം സെലക്ട് ചെയ്യാം. 101, 102 സ്റ്റാൻഡേർഡ് റൂം, 104 സ്റ്റാൻഡേർഡ് റൂം, 103 സ്റ്റാൻഡേർഡ് റൂം, 202, 204, 203 ഇതെല്ലാം ഡീലക്സ് റൂം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇപ്പോൾ 102 എന്ന റൂമാണ് ബുക്ക് ചെയ്യുന്നത്. 1200 രൂപയാണ് ഒരു ദിവസത്തേക്ക് റെൻറ്റ്. അതിന് 2 ദിവസത്തേക്ക് 2400 വരും. അഡ്വാൻസ് ആയിട്ട് 1000 രൂപ നമ്മൾ എൻട്രി ചെയ്യുകയാണ്. 1000 രൂപയാണ് അഡ്വാൻസ് ആയിട്ട് വാങ്ങുന്നത്. ഇത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ക്യാഷ് ആണോ എന്നുള്ളത് പ്ലസ് ക്ലിക്ക് ചെയ്യുക. ക്യാഷ് ആണെങ്കിൽ ഡിഫോൾട്ട് ക്യാഷാണ് വരുന്നത്. ഇപ്പോൾ ഗൂഗിൾ പേ ആയിട്ടാണ് ഒരു പേയ്മെൻറ്റ് ചെയ്യാൻ ഓൺലൈൻ വേറെ ആപ്പ് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്തതെങ്കിൽ കൂടെ ഈ എമൗണ്ട് ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫെഡറൽ ബാങ്കിലേക്ക് കാർഡ് പേയ്മെൻ്റ് ആണ് ചെയ്തത്. ട്രാൻസാക്ഷൻ ID വേണമെങ്കിൽ കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വൗച്ചർ സേവായി. ഓക്കെ കൊടുക്കുക.
പ്രിൻ്റ് വേണമെന്ന് ചെയ്യുക, പ്രിൻ്റ് കൊടുക്കാം കസ്റ്റമർക്ക്. ജോർജ് കുട്ടി, ഉത്രം വില്ല, സം ഓഫ് റുപ്പീസ് 1000 റുപ്പീസാണ്. റൂം നമ്പർ 102. 8-ാം തീയതി റൂം വെക്കേറ്റ് ചെയ്യുന്ന ഡേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ക്ലോസ് ചെയ്യാം. നിങ്ങൾക്ക് റൂം ബുക്കിംഗ് കാണുവാനായിട്ട് സ്റ്റേ വ്യൂവിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് 4-ാം തീയതി തൊട്ട് 7 ദിവസത്തെ റിപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ റെഡ് കളർ ബുക്ക്ഡാണ്, ഒക്കുപ്പഡ് ആണെങ്കിൽ ഗ്രീൻ ആയിരിക്കും, ആളില്ലാത്ത റൂംസ് എല്ലാം വൈറ്റ് കളർ ആയിരിക്കും. 10 റൂം ഉണ്ടായിരുന്നു. 6-ാം തീയതി തൊട്ട് ഒരു റൂം കുറയും, കാരണം അത് ഓൾറെഡി ബുക്ക്ഡാണ്. ഇനി നമുക്ക് സെയിം ഡേറ്റ് തന്നെ വേറൊരു റൂം ആൾക്ക് വേണ്ടിയും റൂം ബുക്ക് ചെയ്യാം. റൂം ബുക്കിംഗ് ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് 2-ാം തീയതിയാണ് ബുക്ക് ചെയ്തത്. നമുക്ക് 2-ാം തീയതി തന്നെ വേറൊരാൾക്കും ബുക്ക് ചെയ്ത് നോക്കാം. അടുത്തൊരാൾ വന്ന് റൂം ബുക്ക് ചെയ്യുകയാണ്. 2-ാം തീയതി തന്നെ ബുക്കിംഗ് നമ്പർ 2 അർജുൻ എന്നുള്ള ആൾ റൂം ബുക്ക് ചെയ്യുകയാണ്. arjun@gmail.com 1999. ഒഫീഷ്യൽ അല്ലാണ്ട് പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യുന്ന റൂമാണ്. അയാളുടെ അഡ്രസ്സ് B36 ടൗൺ സിറ്റി, തൃപ്പൂണിത്തുറ. സിപ്പ് കോഡ് സ്റ്റേറ്റ് കേരള, കൺട്രി ഇന്ത്യ, നാഷണാലിറ്റി ഇന്ത്യൻ. പാക്കേജ് നോർമൽ, സോഴ്സ് ഒന്നുമില്ല, നില്ലാണ്. ഫാമിലിയാണ് ഇവർ റൂം ബുക്ക് ചെയ്യുന്നത്. ഇവരും 6-ാം തീയതിയിലേക്കാണ് റൂം ബുക്ക് ചെയ്യുന്നത്. 6-ാം തീയതിയിലേക്കാണ് ഡേറ്റ്. ടൈം 9 o'clock 9 AM വരുന്നത്. ഇവർ 3 ദിവസത്തേക്കാണ് റൂം എടുക്കുന്നത്. ജെൻസ് 1, ലേഡീസ് 1, 2 കുട്ടികൾ. ഇങ്ങനെയാണ് റൂം ബുക്ക് ചെയ്യുന്നത്. 102-ാമത്തെ റൂം കാണിക്കത്തില്ല, കാരണം 102-ാമത്തെ റൂം ഓൾറെഡി അർജുൻ എന്നയാൾക്ക് വേണ്ടി ബുക്ക് ചെയ്തേക്കുന്നതാണ്. ബാക്കി റൂംസേ ഇവിടെ കാണിക്കുകയുള്ളൂ. 101, 103, 104, 201, 202, 203 അങ്ങനെ റൂമാണ് കാണിക്കുന്നത്. 102 മിസ്സിംഗ് ആണ്, അത് ഓൾറെഡി ബുക്ക്ഡ് ആണ്. ഇവർ 201 എന്ന റൂമാണ് ബുക്ക് ചെയ്യുന്നത്. ഡീലക്സ് റൂമാണ്. 3500 പെർ ഡേ ആണ് റെന്റ്. 2500 രൂപ ഒരു ക്യാഷ് ആയിട്ട് അടയ്ക്കുകയാണ്. 2500 ക്യാഷ്. റീമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എൻട്രി ചെയ്യാം. ബൈ ക്യാഷ് ആയതുകൊണ്ട് ഞാൻ ബൈ ക്യാഷ് എന്ന് മെൻഷൻ ചെയ്തു. സേവ് ചെയ്യാം. പ്രിൻ്റ് ഔട്ട് കൊടുക്കാം. ഇവിടെ കസ്റ്റമറുടെ പ്രിൻ്റ് ഔട്ട് വന്നിരിക്കുകയാണ്. റെസിപ്റ്റ് നമ്പർ 2 റൂം ബുക്കിംഗ് 2-ാമത്തെയാണ്. 9-ാം തീയതിയാണ് അവർ റൂം വെക്കേറ്റ് ചെയ്യുന്നത്. ഒരു അഡ്രസ്സ് 2500 രൂപ. റൂം നമ്പർ 201 വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി എത്ര റൂം ബുക്കിംഗ് ആയിരുന്നെന്നറിയാൻ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. എന്ന് തൊട്ട് എന്ന് വരെയുള്ള ബുക്കിംഗ് ആണ് അറിയേണ്ടതെന്ന് ക്ലിക്ക് ചെയ്താൽ മതി. 1-ാമത്തെ നാഷണൽ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ബുക്ക്ഡാണ്. ജോർജ് കുട്ടി എന്നയാൾക്ക്. 2-ാമത്തെ അർജുൻ എന്നയാളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് 6-ാം തീയതിക്ക് വേണ്ടി 3 ദിവസത്തേക്ക് ബുക്ക്ഡാണ്. ഇനി നമുക്ക് റൂം റിപ്പോർട്ട്സിൽ സ്റ്റേ വ്യൂ നോക്കാം. 30 ഡേയ്സിൽ കൊടുക്കുകയാണ്. സ്റ്റാൻഡേർഡ് റൂംസ് 102 ജോർജ് കുട്ടി എന്നയാൾക്ക് വേണ്ടി ബുക്ക്ഡാണ്. ഇത് 6-ാം തീയതിക്കും 7-ാം തീയതിക്കും ബുക്കാണ്. 6, 7, 8 ഡേറ്റിലേക്ക് ബുക്ക്ഡാണ്. ഇനി നമുക്ക് ഈ കസ്റ്റമറെ റൂം ചെക്ക് ഇൻ ചെയ്യാം. അതിനായിട്ട് ചെക്ക് ഇൻ എന്ന വിൻഡോയിൽ ന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒന്നില്ലെങ്കിൽ ബുക്കിംഗ് നമ്പർ കൊടുക്കുക. ഈ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അർജുൻ എന്നയാളുടെ റൂം ബുക്ക് ചെക്ക് ഇൻ ചെയ്യാം. അർജുൻ എന്ന പേരിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ചെക്ക് ഇൻ ഡേറ്റ് 6/9 11 മണിക്കാണ് കസ്റ്റമർ ചെക്ക് ഇൻ ചെയ്യുന്നത്. ബാക്കി ഡീറ്റെയിൽസ് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും. നമുക്ക് കസ്റ്റമറുടെ ഡോക്യുമെന്റ് ഇവിടെ ആഡ് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇവിടെ നിന്നും ഒരു ID പ്രൂഫ് എന്തെങ്കിലും ആണ് ഒരു ഡോക്യുമെന്റ് ആയിട്ടോ ഫോട്ടോ ആയിട്ട് ലോഡ് ചെയ്യും. ഡോക്യുമെന്റ് ഇവിടെ സേവ് ചെയ്യുക. നമുക്ക് 6/9 ചെക്ക് ഇൻ ചെയ്തു. 11 മണിക്ക് രാവിലെ. അഡ്രസ് പ്രൂഫ് വന്നിട്ടുണ്ട്. റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് മാത്സിൽ ആഡ് ചെയ്യാം. സേവ് ചെയ്യുക. പ്രിൻ്റ് ആവശ്യമില്ല. ഇനി നമുക്കിവിടെ ഹോട്ടൽ റിപ്പോർട്ട്സിൽ സ്റ്റേ വ്യൂ ഒന്ന് നോക്കാം. 6-ാം തീയതി തൊട്ട് 3 ദിവസം. അർജുൻ കുപ്പഴാണ്. ജോർജ് കുട്ടി എത്തിയിട്ടില്ല. ഇപ്പോഴാണ് റൂം. ഇനി നമുക്ക് ജോർജ് കുട്ടീനെ ചെക്ക് ഇൻ ചെയ്യും. ഇത് ക്ലിക്ക് ചെയ്യുക. ജോർജ് കുട്ടി ഡബിൾ ക്ലിക്ക് ചെയ്യുക. 6-ാം തീയതി ജോർജ് കുട്ടി ഒരു 12 മണിക്കാണ് വന്നത്. ജോർജ് കുട്ടിയുടെയും പിക്ചറോടെ അപ്ലോഡ് ചെയ്യുക. ഒരു ഡോക്യുമെന്റ് ആയിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. സേവ് ചെയ്യുക. ഇനി നമുക്ക് സ്റ്റേ വ്യൂവിൽ നോക്കാം. 3 ദിവസത്തേക്ക് ചെക്ക് ഇൻ ആണ്. ജോർജ് കുട്ടി 2 ദിവസത്തേക്ക്. ഇനി നമുക്ക് ഇവർ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഫുഡ് സർവീസിൽ ക്ലിക്ക് ചെയ്യുക. KOT എന്ന് പറഞ്ഞാൽ കിച്ചൺ ഓർഡർ ടേക്കൺ. ഇനി ക്ലിക്ക് ചെയ്യുക. ഒരാൾ റെസ്റ്റോറൻറ്റിൽ പോയാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻ്റ് ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇത് ടേബിൾസ്, ഇത് റൂംസ് വരുന്നത് ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോറിൽ ജോർജ് കുട്ടി താമസിക്കുന്നുണ്ട്. റൂം നമ്പർ 102. ബാക്കി റൂംസ് എല്ലാം കാലിയാണ്. സെക്കൻഡ് ഫ്ലോറിൽ
അർജുൻ താമസിക്കുന്നുണ്ട് 201. ബാക്കി റൂംസ് എല്ലാം ബ്ലാങ്ക് ആണ്. 3rd ഫ്ലോറിൽ ബ്ലാങ്ക് ആണ് റൂം. ടേബിൾ എന്ന് പറഞ്ഞാൽ ഡൈനിങ് ഫെസിലിറ്റിയാണ്. അതായത് റെസ്റ്റോറൻറ്റിൽ പോയി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന, ബേക്കറിയിൽ അല്ലെങ്കിൽ സാധാ ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന അതേ സെറ്റപ്പ്. ടേബിൾ സർവീസാണ് നമ്മൾ ചെയ്യുന്നത്. ടേബിൾ സർവീസ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഉള്ളത്. ടേബിൾ 1 ഇത് ടേബിളിൻ്റെ നമ്പറുകളാണ്. ഏതൊക്കെ ടേബിളാണ് കാലിയുള്ളത്, ഏതൊക്കെ ടേബിളാണ് റണ്ണിങ് ഉള്ളത്, പ്രിൻ്റഡ് എല്ലാം നമുക്കിവിടെ അറിയാൻ പറ്റും. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഈ ഓറഞ്ച് കളർ കാണിക്കും. അവർക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് യെല്ലോ കളർ കാണിക്കും. ബ്ലാങ്ക് ആയിട്ടുള്ള ടേബിളുകളെല്ലാം വൈറ്റ് കളറായിരിക്കും. ബില്ലാക്കിയത് ഗ്രീൻ ആയിരിക്കും. കാണിച്ചു തരാം. ടേബിൾ 2 ക്ലിക്ക് ചെയ്യുന്നു. ടേബിൾ 2 2 പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുള്ളൂ. ഇവിടെ നമ്മുടെ ടേബിൾ 2 ജോർജ് കുട്ടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ടേബിൾ നമ്പർ 2 ഇവിടെ രാമു, ഗോപി എന്നിങ്ങനെ 2 വെയിറ്റേഴ്സ് ഉണ്ട്. ഗോപിയാണ് ഇയാളെ ഹാൻഡിൽ ചെയ്യുന്നത്. ജോർജ് കുട്ടി ഡൈനിങ്ങിലേക്ക് പോകും. ഡൈനിങ് റൂം സർവീസിലാണെങ്കിൽ റൂമിൽ ക്ലിക്ക് ചെയ്യുക. ഡൈൻ ഇൻ ആണെങ്കിൽ ഡൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. ഡെലിവറി ആണെങ്കിൽ ഡെലിവറി ക്ലിക്ക് ചെയ്യുക. പിക്കപ്പ് ഇവിടെ. ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. ഫുഡ് സർവീസ് എടുക്കുന്നു. റൂംസ് ജോർജ് കുട്ടി ഡൈനിങ്ങിൽ വന്നാണ് കഴിക്കുന്നത്. പക്ഷേ ജോർജ് കുട്ടി റൂം വെക്കേറ്റ് ചെയ്യുമ്പോഴാണ് ഫുഡിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ജോർജ് കുട്ടിയുടെ റൂമിൽ പോയിട്ട് ജോർജ് കുട്ടി റൂംസ് സെലക്ട് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്യുക. ജോർജ് കുട്ടി ഡൈനിങ് ആണ്, ഡൈനിങ് ടേബിളിലാണ് കഴിക്കുന്നത്. വെയിറ്റർ ഗോപി എന്ന വെയിറ്ററാണ്. ഡൈനിങ്ങിൽ വന്ന് ഭക്ഷണം കഴിക്കുകയാണ്. പൊറോട്ട ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴും ഓരോ കൗണ്ടർ കയറും. അല്ലെങ്കിൽ നമുക്കിവിടെ പ്ലസ് ക്ലിക്ക് ചെയ്താൽ മതി. 3 പൊറോട്ട, പിന്നെ നോൺ വെജ് കറി, ബട്ടർ ചിക്കൻ, ക്വാർട്ടർ ഒരെണ്ണം, പിന്നെ ബീഫ് ഫ്രൈ കാഫ്, ഇത്രയും ഓർഡർ ചെയ്തു. ഫസ്റ്റ് KOTയിൽ ഫസ്റ്റ് കിച്ചൺ ഓർഡർ ടേക്കൺ. ടേബിൾ നമ്പർ 2 ആണ്. ടേബിൾ നമ്പർ 2 ഫസ്റ്റ് KOT ടേബിൾ നമ്പർ 2 ജോർജ് കുട്ടി എന്ന റൂമിൽ താമസിക്കുന്ന ഒരാൾ. അയാൾ വീണ്ടും ഫുഡ് ഓർഡർ ചെയ്യുകയാണ്. പിന്നെ പുള്ളി ഒരു കുഴിമന്തി, ചിക്കൻ മന്തി, ഒരു കാഫ് മേടിച്ചു. സ്നാക്സിൽ ഒരു കട്ട്ലറ്റും കഴിച്ചു. സെക്കൻഡ് KOT. ടേബിളിൽ ഗ്രൗണ്ട് ഫ്ലോർ റെസ്റ്റോറൻറ്റിൽ 2 KOT 2 പ്രാവശ്യം അയാൾ ഭക്ഷണം വാങ്ങി ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് കഴിച്ചതെന്ന് അറിയാനായിട്ട് ആ കണ്ണിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇത്ര ഐറ്റംസ് അദ്ദേഹം കഴിച്ചു. ടോട്ടൽ 98 രൂപയായിട്ടുണ്ട്. ഈ ബില്ല് സേവ് ചെയ്യാണ്. സേവ് ആൻഡ് പ്രിൻ്റ്. 98 ബില്ല് കൊടുത്തു കസ്റ്റമർക്ക്. ഈ ടേബിളെല്ലാം കാലിയാണ്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഞ്ഞ കളർ വരും. റണ്ണിങ് ആണെങ്കിൽ യെല്ലോ കളറ്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബില്ലായതാണെങ്കിൽ ബില്ല് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ കളർ വരും. ഇനി കസ്റ്റമറെ സെറ്റിൽ ചെയ്യണം. അതിനായിട്ട് ഈ പച്ച ടിക്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കസ്റ്റമർ പറഞ്ഞു ഇത് ബിൽ പേയ്മെൻറ്റ് ലാസ്റ്റ് പുള്ളി റൂം വെക്കേറ്റ് ചെയ്യുമ്പോഴാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഓപ്ഷനിൽ നമ്മൾ ഈ ക്യാഷ് എമൗണ്ട് ഇവിടെ ക്യാഷായിട്ട് സെറ്റിൽ ചെയ്ത് കൊടുത്താൽ ക്യാഷ് സെറ്റിലായി. കാർഡാണെങ്കിൽ 98 രൂപ കാർഡിലേക്ക് മാറ്റുക. സെറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് സെറ്റിലായി. പക്ഷേ നമ്മൾ ഈ ക്യാഷ് ലാസ്റ്റാണ് പുള്ളി കൊടുക്കുന്നതെങ്കിൽ ഹോൾഡ് എമൗണ്ട് വയ്ക്കുക. ഹോൾഡ് എമൗണ്ട് ജോർജ് കുട്ടിയുടെ റൂമിലേക്ക് ആണ് നമ്മളിത് ഹോൾഡ് ചെയ്യുന്നത്. ബില്ലിലാണ് ഹോൾഡ് ആവുന്നത്. ഗോപി എന്നത് വെയിറ്ററാണ്. ഹോൾഡ് എമൗണ്ട് 98 രൂപ ഹോൾഡ് ചെയ്യുകയാണ്. പുള്ളിയുടെ റൂമിൻ്റെ ബില്ലിൻ്റെ കൂടെയാണ് സെറ്റിൽ ചെയ്യുന്നത്. സെറ്റിൽ ആൻഡ് സേവ് കൊടുക്കുക. ഇപ്പോൾ എല്ലാ ടേബിളും കാലിയായി. നമുക്ക് റൂമിൽ എങ്ങനെയാണ് ഫുഡ് സർവീസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ന്യൂ ക്ലിക്ക് ചെയ്യുക. റൂംസിൽ സെക്കൻഡ് ഫ്ലോറിലാണ് അർജുൻ എന്നയാൾ ഫാമിലിയായിട്ട് താമസിക്കുന്നത്. ഒരു റൂമിലാണ് ഭക്ഷണം കഴിക്കുന്നത്. റൂം നമ്പർ 201. രാമു എന്ന വെയിറ്ററാണ് ഫുഡ് കൊണ്ടുപോയി കൊടുക്കുന്നത്. പുള്ളി ഒരു അൽഫാം ഒരു ഫുള്ള്, പിന്നെ ഒരു കുഴിമന്തി, മട്ടൻ മന്തി ഒരു
സ്കാഫ്, പിന്നെ ഒരു നെയ് റോസ്റ്റ്. ഇത്രയാണ് ഫസ്റ്റ് ഓർഡർ ചെയ്തത്. ഫസ്റ്റ് KOT ഒരു പ്രാവശ്യം അവർ കൊണ്ട് റൂമിൽ കൊടുത്തു. ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. റണ്ണിങ് യെല്ലോ കളർ. വീണ്ടും ഫുഡ് വേണമെന്ന് പറഞ്ഞു. വീണ്ടും അടുത്ത ഫുഡ് കൊണ്ടുപോവുകയാണ്. പിന്നെ അവർക്ക് ബീഫ് ഫ്രൈ വേണം, ഒരു ഫുള്ള് ബീഫ് ഫ്രൈ. പൊറോട്ട 10 പൊറോട്ട KOT സേവ് ആവുകയാണ്. ഒരു കഴിച്ച ഫുഡിൻ്റെ ഫുൾ ലിസ്റ്റ് ബില്ലാക്കിയാണ്. 6-ാം തീയതിയാണ് ഇവർ ഫുഡ് കഴിച്ചിരിക്കുന്നത്. 6-ാം തീയതി ഒരു ഫുൾ പേയ്മെൻറ്റ് ഇപ്പോൾ തന്നെ സെറ്റിൽ ചെയ്യുകയാണ്. അവർ റൂമിൻ്റെ കൂടെയല്ല, ഫുഡിൻ്റെ പേയ്മെൻറ്റ് അപ്പോൾ തീർക്കുകയാണ്. അപ്പോൾ അവരുടെ ബില്ല് കൊടുക്കുകയാണ്. ബില്ല് കൊടുത്തു. ഇനി അവരെൻ്റെ പേയ്മെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഈ ഗ്രീൻ ടിക്ക് ക്ലിക്ക് ചെയ്യുക. 250 രൂപ അവർ ക്യാഷല്ല, ഗൂഗിൾ പേ ആണ്. 2568 ഇത് ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ ID ആണ്. 250 രൂപ. റൂം നമ്പറിൽ അവരുടെ അതിലേക്ക് തന്നെ ബില്ല് കൊടുത്തു. പക്ഷേ പേയ്മെൻറ്റ് ഓൾറെഡി ഒരു കാർഡാണ് കൊടുത്തത്, സെറ്റിൽ ആൻഡ് സേവ്. റൂം വെക്കേറ്റ് ചെയ്യാണ്. ജോർജ് കുട്ടി റൂം വെക്കേറ്റ് ചെയ്യാണ്. ജോർജ് കുട്ടി റൂം വെക്കേറ്റ് ചെയ്യുമ്പോൾ ഫുഡ് എമൗണ്ട് 198 രൂപ കയറി വന്നിട്ടുണ്ട്. വെക്കേറ്റ് ചെയ്യുന്നത് 8-ാം തീയതി 3 മണിക്കാണ് വെക്കേറ്റ് ചെയ്യുന്നത്. 3 മണിക്ക് 3 ദിവസത്തെ 1200 പ്ലസ് 98 രൂപ ഫുഡിൻ്റെ ചാർജ്. ടോട്ടൽ ബില്ല് എമൗണ്ട് 4130 രൂപ. അതിനകത്ത് 1000 രൂപ അഡ്വാൻസ് വന്നിട്ടുണ്ടായിരുന്നു. നെറ്റ് പേയബിൾ എമൗണ്ട് ബാലൻസ് 3130 രൂപ അവരടയ്ക്കണം. അപ്പോൾ ഈ പ്ലസ് ക്ലിക്ക് ചെയ്യുക. 1500 രൂപ അവർ ക്യാഷ് തന്നു. ബാക്കി 1630 രൂപ വരും. 1630 രൂപ കാർഡിലും ചെയ്യുകയാണ്. ഫെഡറൽ ബാങ്കിലേക്ക് ട്രാൻസാക്ഷൻ ID 154897. ബാലൻസ് ചാർജൊന്നുമില്ല. ഫീച്ചർ അപ്ഡേറ്റഡ് ആണ്. കസ്റ്റമറുടെ ബില്ല് ആവുകയാണ്, പ്രിൻ്റ് ഔട്ട് വരികയാണ്. ഇതാണ് റൂം നമ്പർ 102 സ്റ്റാൻഡേർഡ് റൂം. 1200 പ്ലസ് 3 ദിവസത്തേക്ക്. 16-ാം തീയതി 12:30, 8-ാം തീയതി 6-ാം തീയതി 12:30 തൊട്ട് 8-ാം തീയതി 3 മണി വരെ. 3600 റൂം ചാർജ്, GST 432 രൂപ, ഫുഡ് ചാർജ് 98 രൂപ. അഡ്വാൻസ് കുറച്ചിട്ട് 3130 രൂപ. കമ്പനി നാഷണൽ ഇൻഷുറൻസ്, നെയിം ആൻഡ് അഡ്രസ് ഇവിടെ. ഇനി നമുക്ക് സ്റ്റേ നോക്കാം. ഇപ്പോൾ ജോർജ് കുട്ടിയുടെ റൂം വേക്കൻ്റ് ആയിരിക്കും. കറണ്ട് ഇത് റൂം വേക്കൻ്റ് ആണ്. ഇപ്പോൾ അടുത്ത ചെക്കൗട്ട് അവിടെ അടിക്കാം. അടുത്ത് ഇനി അർജുനാണ് ചെക്കൗട്ട് ചെയ്യാനുള്ളത്. 9-ാം തീയതിയാണ് അവർ വെക്കേറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. അവർക്ക് ഫുഡിൻ്റെ പേയ്മെൻ്റ് ഒന്നുമില്ല, കാരണം അവർ ഫുഡിൻ്റെ പേയ്മെൻറ്റ് ഓൾറെഡി അടച്ചതാണ്. 2500 രൂപ 4 ദിവസം ഇവർ വന്നു. കാരണം 2 ദിവസത്തേക്കാണ് ഇവർ എടുത്തിരുന്നത്, 3 ദിവസത്തേക്ക്. പക്ഷേ അവർ 4-ാമത്തെ ദിവസമാണ് ഇപ്പോൾ വെക്കേറ്റ് ആയത്. 2500 രൂപ അഡ്വാൻസ് വന്നിട്ടുണ്ടായിരുന്നു. ബാലൻസ്
13,180 രൂപ ഒരടയ്ക്കേണ്ടതുണ്ട്. ക്യാഷ് അഡ്ജസ്റ്റഡ് 13,180 എടുക്കുക. ഇത് ഫുൾ ക്യാഷിലാണ് സെറ്റിൽ ചെയ്യുന്നത്. സേവ് ചെയ്യുന്നു. അപ്പോൾ ചെക്കിനും ചെക്കൗട്ടും. ഞങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് നോക്കാം. ടോട്ടൽ ലെഡ്ജർ എടുക്കുക. ഫെഡറൽ ബാങ്ക്, ജോർജ് കുട്ടി 1000 രൂപ അഡ്വാൻസ് വന്നു. ബാലൻസ് 2000 രൂപ ഉണ്ടായിരുന്നു. സെയിൽസിൽ 2,250 രൂപ, മൊത്തം 2,250 രൂപ, മൊത്തം 3,850 രൂപ പേയ്മെൻറ്റ് ഗൂഗിൾ പേയിൽ വന്നിട്ടുണ്ട്. ക്യാഷിൽ എത്രയാണെന്ന് നോക്കാം. ക്യാഷ് ക്ലിക്ക് ചെയ്യുമ്പോൾ അർജുൻ 2,500 രൂപ ക്യാഷ് വന്നു. പിന്നെ അർജുൻ 13,180 രൂപ ബാലൻസ് അടച്ചു. ജോർജ് കുട്ടിയുടെ 1,500 രൂപ, മൊത്തം 17,180 രൂപ ക്യാഷിലും വന്നിട്ടുണ്ട്. ഇതാണ് റൂം ചെക്കിനും ചെക്കൗട്ട് ഫുഡ് സർവീസ്. ഫുഡ് ഡെലിവറി സർവീസിന് ന്യൂ എടുക്കുക. ഡെലിവറി എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഡെലിവറി എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കുക ഫുഡ്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. കസ്റ്റമറുടെ മൊബൈൽ നമ്പർ 62827512. കസ്റ്റമറുടെ അഡ്രസ്സ് ബിബി സ്കൈ അപ്പാർട്ട്മെൻറ്റ്, ജയ്പുരം. ഈ അഡ്രസ്സിലാണ് ഫുഡ് എത്തിച്ചു കൊടുക്കേണ്ടത്. ഇവർക്ക് ചിക്കൻ ബിരിയാണി ഒരെണ്ണം, ഒരു ഫുള്ള് ചിക്കൻ ബിരിയാണി, കുഴിമന്തി ഒരു കാഫ്, പൊറോട്ട 3 എണ്ണം, നോൺ വെജിറ്റേറിയൻ കറി ഒരു ബീഫ് ഫ്രൈ ഒരു ഫുള്ള്. ഇത്രയും കിച്ചണിലേക്ക് ഓർഡർ കൊടുത്തു അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ വീണ്ടും വിളിച്ചിട്ട് പറയുകയാണ് ഒരു അൽഫാമും കൂടി വേണം. നമ്മൾ ക്ലിക്ക് ചെയ്യുക. സ്കൈ അപ്പാർട്ട്മെൻറ്റ്, ഈ ബില്ല് ക്ലിക്ക് ചെയ്യുക. നോൺ വെജിറ്റേറിയൻ കറി ഒരു ചിക്കൻ ചില്ലി കൂടി ആഡ് ചെയ്തു. KOD കാണാനായിട്ട് ഇത് ക്ലിക്ക് ചെയ്താൽ മതി ഈ ബൈനാക്കുലറിൽ. അതിനുശേഷം ഫുഡൊക്കെ റെഡിയാക്കി കഴിഞ്ഞു. സേവ് ആൻഡ് പ്രിൻ്റ് കൊടുക്കുക. കസ്റ്റമറുടെ ബില്ല് റെഡിയായി, ഫുഡും റെഡിയായി, കൊടുത്തുവിടുകയാണ്. ക്യാഷ് അയാൾ ക്യാഷ് തന്നു, ക്യാഷായിട്ടാണ് കൊടുത്തത്. 57 രൂപ. അക്കൗണ്ട് നെയിം ക്യാഷിൽ. ഓക്കെ കൊടുത്തു, സേവ് ചെയ്യുക. ക്ലിയർ ആയിട്ടുണ്ട്. രഞ്ജിലെടുക്കുന്നു. ക്യാഷ് 57 രൂപ സെയില് വിവിയുടെ പേരിൽ. പിക്കപ്പ് തന്നെ നോക്കാം. അടുത്ത ഫുഡ് സർവീസ് എടുക്കുന്നു. കസ്റ്റമർ വന്ന് വാങ്ങിക്കുകയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ. അതാണ് പിക്കപ്പ്. പിക്കപ്പിൽ ക്ലിക്ക് ചെയ്യുക. കസ്റ്റമറുടെ പേര് വേണമെങ്കിൽ കൊടുത്താൽ മതി. ഇന്ത്യൻ ഫുഡ് കുഴിപ്പൊറോട്ട ഒരെണ്ണം, കുഴിമന്തി മട്ടൻ ബിരിയാണി, KOD. ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് ഉണ്ടാക്കി റെഡിയായി. സേവ് ആൻഡ് പ്രിൻ്റ്.
ക്ലിക്ക് ചെയ്യുന്നു. 107 രൂപയായി. ശേഷം എമൗണ്ട് 107 രൂപ ഗൂഗിൾ പേ ചെയ്തു. സേവ് ചെയ്തു. ഇത്രയുമാണ് ഫുഡ് സർവീസ്, ചെക്ക് ഇൻ, ചെക്കൗട്ട്, റൂം ബുക്കിംഗ്. ബേക്കറി ആണെങ്കിൽ നമുക്ക് ഐറ്റം സെല്ല് ചെയ്യാനായിട്ട് ടച്ച് പോസ് ക്ലിക്ക് ചെയ്യുക. വെജിറ്റബിൾ കറി, പനീർ മസാല ഒരു ഹാഫ് ഇവിടെ വന്നു. അടുത്ത് പിന്നെ നോൺ വെജിറ്റേറിയൻ കറി, ബീഫ് ഫ്രൈ ഫുള്ള്. ഇന്ത്യൻ ഫുഡിൽ ഒരു പൊറോട്ട 6 എണ്ണം കസ്റ്റമർക്ക് സെല്ല് ചെയ്തു. ടോട്ടൽ 36 രൂപയായിട്ടുണ്ട്. ഡിസ്കൗണ്ട് വരെ നോക്കണമെങ്കിൽ ഫിക്സഡ് എമൗണ്ട് ആയിട്ട് ഒരു 6 രൂപ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് വയ്ക്കുക. 4 അടിച്ച് കഴിഞ്ഞാൽ 4% ഡിസ്കൗണ്ട് പോകും. ഫിക്സഡ് എമൗണ്ട് ഇപ്പോൾ 36 രൂപയാണെങ്കിൽ 6 രൂപ ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 30 രൂപ. ക്യാഷ് ആണെങ്കിൽ ക്യാഷ് 30 രൂപ. ക്യാഷാണെന്നെങ്കിൽ ഇവിടെ ക്യാഷ് 30 രൂപ തന്നു. കാർഡാണെങ്കിൽ കാർഡ് ക്ലിക്ക് ചെയ്യുക. ക്യാഷ് തന്നത് 30 രൂപയാണെങ്കിൽ 30 രൂപ തന്നു. ക്യാഷ് ആണെങ്കിൽ ക്യാഷ്, കാർഡ് പേയ്മെൻ്റ് ആണെങ്കിൽ കാർഡ് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ക്യാഷിലാണ് ഇപ്പോൾ സെല്ല് ചെയ്യുന്നത്, കാർഡിലാണെന്ന് വയ്ക്കുക. സേവ് ചെയ്യുക. പ്രിൻ്റ് കൊടുക്കുക. ലാസ്റ്റ് ഗൂഗിൾ പേ സെയിൽ ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.